ഹായ് ഫ്രണ്ട്സ്, നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. കൂടുതൽ മസാലകളൊന്നും ഇല്ലാണ്ട് ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ എടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ലോങ് വീഡിയോ ആയിപ്പോയി, ഷോർട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 3 ഉള്ളി നൈസായിട്ട് അരിഞ്ഞതാണ്. അത് ഓയിൽ ഒഴിച്ച് അതൊന്ന് ആദ്യം തന്നെ അത് നല്ല ബ്രൗൺ കളറാവുന്നത് പൊരിച്ചെടുക്കണം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഓയിൽ കൂടുതലല്ല, അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് നെയ്ച്ചോറ് വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കറാമ്പട്ട, ഏലക്കായ, പൂവ്, പിന്നെ അതുപോലെ തക്കോലം എന്നിവയൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് അരച്ചത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അതും ഇട്ട് നന്നായിട്ട് പച്ചമുളക് മാറിയതിന് ശേഷം 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും അതിലോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. തക്കാളിയൊക്കെ വെന്ത് ഇതുപോലെ എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒക്കെ കുറച്ച് ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. കൂടുതലിട്ട് നമ്മൾ ചെമ്മീൻ്റെ ചൊയ ഇല്ലാണ്ടാക്കരുത്. എന്നിട്ട് അത് നന്നായിട്ട് മസാല ഒക്കെ വെന്ത് കഴിഞ്ഞാൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടുതൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് പകുതി ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് എന്താ പറയുക, തീ സിമ്മിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് നെയ്ച്ചോറ് വെക്കണം. അപ്പോൾ ആ വീഡിയോ ഇതിലിടുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ല നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഏത് നെയ്യായാലും കുഴപ്പമില്ല, RKG ആയാലും ഡാൽഡ ആയാലും കുഴപ്പമില്ല, പക്ഷേ നെയ്യിട്ട് കൊടുത്ത് പുതിനയില കുറച്ചധികം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ നെയ്ച്ചോറ് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക. ലെയർ ഇട്ടതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് എന്താ പറയുക, അടുത്ത ലെയറും മുകളിലോട്ട് ചോറ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള അണ്ടിയും പരിപ്പും മുന്തിരിയൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തീ കത്തിച്ച് സിമ്മിലിട്ട് ഒരു 12 മിനിറ്റോളം ദം ചെയ്തെടുക്കാം. പിന്നെ അപ്പം തന്നെ ദം പൊട്ടിക്കരുത്, കുറച്ച് സമയം ചൂടാറ് വെക്കണം. എന്നെങ്കിലും ഇതുപോലെ വേറിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ബിരിയാണി കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെമ്മീൻ ബിരിയാണീൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്.